വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ്. നമ്മുടെ ഇപ്പോൾ കലണ്ടർ വന്നിട്ടുണ്ട്. 2025 ഏതൊക്കെ പരീക്ഷകൾ എപ്പോൾ നടക്കും, നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നൊക്കെ സൂചിപ്പിക്കുന്ന SSCയുടെ കലണ്ടർ വന്നിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൻട്രി. സോ SSCയുടെ നമ്മൾ ഒരുപാട് കാത്തിരുന്ന കലണ്ടർ ഒക്കെ വന്നിരിക്കുകയാണ് അല്ലേ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കലണ്ടർ വന്ന സ്ഥിതിക്ക് 2025 നമ്മൾ SSC ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അടിപൊളിയായിട്ടുള്ള എക്സാംസ് ഉണ്ട് അല്ലെ. SSC CGL, SSC CHSL, SSC MTS, അതുപോലെ തന്നെ SSC GD കോൺസ്റ്റബിൾ, SSC CPO, സ്റ്റെനോഗ്രാഫർ, ഈ എക്സാമിനേഷൻസ് എല്ലാം തന്നെ 2025 ഉണ്ടാകും എന്ന കാര്യത്തിൽ നോ ഡൗട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. ഏത് എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആസ്പയർ ചെയ്യുന്നത്? ചിലരിപ്പോൾ ഒരു എക്സാം മാത്രമായിരിക്കും ടാർഗറ്റ് ചെയ്യുക, ലൈക്ക് SSC CGL മാത്രം ടാർഗറ്റ് ചെയ്യുന്നവരുണ്ട്. സോ ആ എക്സാമാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ ആ എക്സാമിനെ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ആൻഡ് നിങ്ങൾ CGL, CHSL, MTS എല്ലാം നിങ്ങൾ ആസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ ടാർഗറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാം. ഞാനിപ്പോൾ പറഞ്ഞു എല്ലാത്തിനുമായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന്. SSC CGL നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്, അഗ്രസീവ് ആയിട്ട് CGL എക്സാമിനേഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CHSLനും MTSനും അതുപോലെ തന്നെ GD കോൺസ്റ്റബിളിനും ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം CGLന്റെ താഴത്ത് വരുന്ന എക്സാമിനേഷൻസ് ആണ്. അതായത് CGLന്റെ ഡിഫിക്കൽട്ടി ലെവൽ ഇതാണെങ്കിൽ ബാക്കി എല്ലാ എക്സാമിനേഷൻസിന്റെ ഡിഫിക്കൽട്ടി ലെവൽ ഇങ്ങനെ താഴെയായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാകുക. സോ CGL ആസ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഈസിലി CHSL, MTS എല്ലാം തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇനി GD കോൺസ്റ്റബിൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എക്സാം ഈസി ആയിരിക്കും, പക്ഷേ അവിടെ ഒരു ടാസ്ക് ആയിട്ട് വരുന്നത് ഫിസിക്കൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് സ്റ്റെനോഗ്രാഫറും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എഗെയിൻ ഒരു ടാസ്ക് ആയിട്ട് വരാനായിട്ട് പോകുന്നത് സ്റ്റെനോഗ്രഫിയുടെ സ്കിൽ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് സ്റ്റെനോഗ്രാഫർ പോലുള്ള എക്സാമിനേഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം എന്താണ്, എല്ലാവരും ധരിക്കുന്നത് സ്റ്റെനോഗ്രാഫർ ആകുമ്പോഴത്തേക്കും എന്താ സ്കിൽ ടെസ്റ്റ് വേണം, സോ അപ്പം എനിക്ക് സ്റ്റെനോഗ്രഫി അറിയില്ല, സോ എനിക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെയൊക്കെയാണ് ആളുകൾ കൺസിഡർ ചെയ്യുന്നത് അതിനെ. സോ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റെനോഗ്രഫിയുടെ എക്സാമിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊക്കെ ഒരു സ്ട്രോങ് ഹാൻഡ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എക്സാം ട്രൈ ചെയ്യാം. കാരണം മെജോറിറ്റി ഓഫ് മാർക്സ്, ഒരു 200 മാർക്സോളം ഇംഗ്ലീഷാണ് വരുന്നത്. ഓക്കെ, ഇംഗ്ലീഷിന് പ്രയോറിറ്റി ഉള്ള ഒരു എക്സാമാണ് സ്റ്റെനോഗ്രഫി എന്ന് പറയുന്നത്. ഈ എക്സാം ക്ലിയർ ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലായിരിക്കും. കാരണം കൂടുതൽ ആസ്പിറൻസിൻ്റെ ഇടയ്ക്കും ഇങ്ങനൊരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർ അപ്ലൈ ചെയ്യില്ല. അപ്ലൈ ചെയ്യുന്നവർ എഴുതും. ഒരുപാട് പേര് സ്റ്റെനോഗ്രഫി അറിയാനിട്ട് തന്നെ ഈ എക്സാം എഴുതി, ആൻഡ് എക്സാം ഈ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്ത സമയം തൊട്ട് തന്നെ അവർ സ്റ്റെനോഗ്രഫി പഠിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഈസിലി പഠിച്ചെടുത്തിട്ട് സ്റ്റെനോഗ്രഫിയുടെ എക്സാം ഈസിലി ക്ലിയർ ചെയ്യാം. അത് കഴിഞ്ഞ് സ്കിൽ ടെസ്റ്റും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ആസ് എ സ്റ്റെനോഗ്രാഫർ നിങ്ങൾ കയറാനായിട്ട് പോകുന്നത്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യേണ്ട. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSCയുടെ കലണ്ടർ വന്ന സ്ഥിതിക്ക് തന്നെ ഒരുപാട് കാൻഡിഡേറ്റ്സ് ചോദിച്ചൊരു കാര്യമാണ്. അതായത് SSC എക്സാമിനേഷൻസിനെല്ലാം ഡിഫറെൻറ്റ് എക്സാംസിന് ഡിഫറെൻറ്റ് സിലബസ് ആണോ, ഡിഫറെൻറ്റ് എക്സാമിനേഷൻസിന് ഡിഫറെൻറ്റ് എക്സാം പാറ്റേൺ ആണോ, ഡിഫറെൻറ്റ് എക്സാംസിന് ഡിഫറെൻറ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആണോ എന്നൊക്കെ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈവൻ CGL ആസ്പയർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിന് ഈസിലി CHSL, MTS, GD എല്ലാം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. ആൻഡ് 100% ഞാൻ പറയും, CGLന് 100% എഫേർട്ട് ഇട്ട് അഗ്രസീവായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ഉറപ്പായിട്ടും CHSLന്റെ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യും. ആൻഡ് CGL എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനുള്ള ചാൻസസും വളരെ വളരെ കൂടുതൽ പറയും. ഓക്കെ, ഈ SSC എക്സാമിനേഷൻസിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിന്റെ എല്ലാ എക്സാമിനേഷൻസിനും ഒരു കോമൺ സിലബസ് എന്ന് നമ്മൾ പറയേണ്ടി വരും. SSC എന്ന് പറയുന്നത് ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ്. അതായത് നാഷണൽ ലെവൽ എക്സാം ആണ്. ആസ്പിറൻസ് ഓൾ ഓവർ ഇന്ത്യ എഴുതുന്ന ഒരു എക്സാമിനേഷൻ ആണ്. ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്താണ്, നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള ഒരു എക്സാം ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ 100% ഓപ്ഷൻ A ആണ് അല്ലെങ്കിൽ ഓപ്ഷൻ B ആണ് ആൻസർ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൻസേഴ്സ് മാത്രം എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ, A ആണോ ആൻസർ അല്ലെങ്കിൽ ഓപ്ഷൻ B ആണോ ആൻസർ, എന്നാൽ A മാർക്ക് ചെയ്തേക്കാം. ഇങ്ങനൊരു ക്രൈറ്റീരിയ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനും അത് SSC എന്നല്ല, PSC എന്നല്ല, ബാങ്ക് എന്നല്ല, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനും യൂസ് ചെയ്യരുത്. കാരണം ഇവിടെ കളി വേറെയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യും, തെറ്റുമായിരിക്കും ആൻസർ, അത് 100% ഉറപ്പാണ്. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ളൊരു കാര്യം ഒരു റിസർച്ചിലും ആരും എവിടെയും കണ്ടുപിടിച്ചിട്ടില്ല. അത് അങ്ങനെയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ട്. ഓക്കെ,
ആൻഡ് നമുക്കിപ്പോൾ കലണ്ടർ വന്നിട്ടുണ്ട് അല്ലേ. കലണ്ടർ ബേസ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ശില്പാമിസിന്റെ വീഡിയോസ് ആണെങ്കിലും ഈവൻ എൻ്റെ വീഡിയോസ് കലണ്ടർ ഔട്ട് വീഡിയോസ് ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഇപ്പം SSC 2025 ആസ്പയർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് കലണ്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് SSC കലണ്ടർ റിലീസ് ചെയ്യുന്നത്? നമ്മൾ കണ്ടതാണ് അല്ലേ SSCയുടെ കലണ്ടർ. ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ CGL എക്സാം SSC പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറന്റ് ഇപ്പോൾ ഈ ഒരു കലണ്ടർ നോക്കുകയാണ്. ഓക്കെ, കാൻഡിഡേറ്റ് ആസ്പയർ ചെയ്യുന്ന CGL എക്സാം ആണെന്നിരിക്കട്ടെ. അപ്പൊ നോക്കുകയാണ് CGL. ഓക്കെ, CGL ഏകദേശം നോട്ടിഫിക്കേഷൻ ഏപ്രിൽ മാസത്തിലായിട്ട് വരും, പരീക്ഷ മെയ് മാസത്തിലായിട്ട് വരും. അപ്പൊ നമ്മൾ നോക്കുകയാണ്, യെസ് CGL എക്സാം ആസ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റിന് മുൻപിൽ ഇനി ഏകദേശം ഒരു 6 മാസം സമയമുള്ളൂ. ഇപ്പൊ തുടങ്ങണം പ്രിപ്പറേഷൻസ് ശരിക്കും CGLന്. ഇപ്പൊ തുടങ്ങിയാലേ അത് ക്ലിയർ ചെയ്യാനെങ്കിലും സാധിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം 5 മാസമേ ഉള്ളൂ എക്സാമിനേഷൻ. നിങ്ങൾ ഈ കരുതുന്ന പോലെ വലിയ സമയമൊന്നുമില്ല. ഈ 5 months എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് പോകും. 5-6 months എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ പോകും. ഡിസംബർ നാണ്ട് ഇപ്പൊ തന്നെ അങ്ങ് തീരുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇപ്പൊ തുടങ്ങി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിൽ ഓരോ ദിവസം എത്ര ടോപ്പിക്ക് പഠിക്കണം എന്ന് ബൈഫക്കേറ്റ് ചെയ്ത്, ഈവൻ ഇതൊരു ഫ്രഷറിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഫ്രഷറിന്റെ സിലബസ് എന്താണ്, എക്സാം പാറ്റേൺ എന്താണെന്നൊന്നും ആദ്യം അറിയുന്നുണ്ടാവില്ല. സോ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയാണ്, അതായത് എത്ര സെലക്ഷൻ സ്റ്റേജസ് ഉണ്ട്. ഈവൻ CGLനെ പറ്റി പറയുകയാണെങ്കിൽ പ്രിലിംസും മെയിൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 സെലക്ഷൻ സ്റ്റേജസ് ഉണ്ട്. എക്സാം പാറ്റേൺ എന്താണ്, പ്രിലിംസ് എങ്ങനെ നടക്കുന്ന ഒരു പരീക്ഷയാണ്, പ്രിലിംസിന്റെ എക്സാം സമയം എത്ര നേരം ഉണ്ടാവും, പ്രിലിംസ് പരീക്ഷ ഏതൊക്കെ വിഷയങ്ങൾ ഉണ്ടാവും, ഓരോ സബ്ജക്റ്റിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും, എത്ര സമയത്തേക്കായിരിക്കും പരീക്ഷ നടക്കുക, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മനസ്സിലാക്കുക എന്നത്. അത് കഴിഞ്ഞ് മെയിൻസിന്റെ എക്സാം പാറ്റേൺ ഒന്ന് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് എന്തൊക്കെ പഠിക്കണം. ഇപ്പൊ ഇംഗ്ലീഷ്, നിങ്ങൾ ഒരു പ്രിലിംസ് പരീക്ഷയിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് കണ്ടു. ഓക്കെ, ഇംഗ്ലീഷിൽ ഇനി എന്തൊക്കെയാ പഠിക്കേണ്ടത്, അപ്പൊ എന്ത് ചെയ്യുക, അതിന്റെ സിലബസിലേക്ക് പോവുക. ഇത്രയും കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് കുറച്ച് നാളുകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് റഫായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, ഒരു 10 days 15 days എടുത്തിട്ട് ഓവറോൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് ഒരു മോക്ക് എക്സാം എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഓവറോൾ ഐഡിയ കിട്ടും. എന്നിട്ട് പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു റിയൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകുക. അപ്പൊ ഇതിനാണ് എന്ത് SSC കലണ്ടർ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ ഡേറ്റിൽ തന്നെ പരീക്ഷയും കണ്ടക്റ്റഡ് ആവും. അതാണ് SSC കലണ്ടേഴ്സിന്റെ പ്രത്യേകത. ഭയങ്കര ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. നിങ്ങൾക്ക് റിസൾട്ട് വരുന്നതിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ജോലി കിട്ടുന്നതിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, പരീക്ഷ നടക്കുന്നതിനോ നോട്ടിഫിക്കേഷൻ വരുന്നതിനുമായിട്ട് വെയിറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഈ കലണ്ടർ റിലീസ് ചെയ്ത ഈ കലണ്ടറിൽ പറയുന്ന ഡേറ്റിൽ തന്നെ പരീക്ഷയും നടക്കും, റിസൾട്ടും ആയതാണ്ട് അതേ സമയത്ത് വരും. ഈവൻ ജോലി കിട്ടുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ യു ഡോണ്ട് ഹാവ് ദ നീഡ് ടു വെയിറ്റ്. അതുപോലെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എക്സാക്ട്ലി എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത് കൺഫേംഡ് ആയിരിക്കും. ആ വേക്കൻസീസിലേക്കായിരിക്കും റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അല്ലാതെ വേക്കൻസി എത്രയാണോ അതിന്റെ ട്രിപ്പിൾ അല്ലെങ്കിൽ ഡബിൾ ആളുകളെ എടുത്തിട്ട് പിന്നീട് അങ്ങനെ റിക്രൂട്ട്മെന്റ് നടത്തുന്നൊരു സ്റ്റേജ് അല്ല ഇവിടെ. എന്താന്ന് വെച്ചാൽ എക്സാക്ട് വേക്കൻസി എത്രയാണോ അത്രയും പേര് മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവത്തുള്ളൂ. അത്രയും പേർക്ക് ഏകദേശം ജോലിയും കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇതിനാണ് കലണ്ടർ കൊണ്ടുവന്നിരിക്കുന്നത്. എക്സാമിനേഷൻ CGLനെ ഞാൻ പറഞ്ഞത് ജൂൺ ജൂലൈയിലായിട്ടാണ്. സോ ഏകദേശം 6 months ടൈം ഉണ്ട്. 6 months 6.5 months ടൈമാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. മൂവിങ് ഓൺ. അതുപോലെ ബാക്കി എക്സാമിനേഷൻസ് എല്ലാം തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കലണ്ടർ ഔട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓരോ നോട്ടിഫിക്കേഷൻ 2025 വരാനിരിക്കുന്നത് എന്തൊക്കെയാണ്, ആൻഡ് ആ നോട്ടിഫിക്കേഷൻസിന്റെ പരീക്ഷ ഏത് മാസത്തിലായിട്ട് കണ്ടക്റ്റഡ് ആവും എന്ന കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളുടെ പരീക്ഷാ സിലബസ്, ഹോൾ സിലബസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത്? മെയിൻലി SSC എക്സാമിനേഷൻസിന് നമുക്ക് വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഒരുപാട് സബ്ജക്ട്സ് ഒന്നുമില്ല. ഒരു 4 സബ്ജക്റ്റ് മെയിൻലി പറയാനുള്ളൂ. അതിലൊന്ന് ഇംഗ്ലീഷ് ആണ്, ഒന്ന് മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ റീസണിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് എന്ന് പറയും, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നത് ജനറൽ നോളജ് ആണ്. ഈ ജനറൽ നോളജിന്റെ സെക്ഷനിൽ നിന്നും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ പഠിക്കാനുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് തന്നെ ഇനി പഠിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം. സോ സബ്ജക്റ്റ് ക്ലിയർ ആയെന്ന് കരുതുന്നു. റീസണിങ് അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ വരുന്നതാണ് ഇംഗ്ലീഷ്, അടുത്തതായിട്ട് വരുന്നതാണ് ജനറൽ അവയർനെസ്. ഈ ജനറൽ അവയർനെസ്സിനകത്ത് എന്തും കൂടെ വരും, കറണ്ട് അഫയേഴ്സും കൂടെ വരും. സോ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഒരു 7-8 months വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ, ആൻഡ്
നമ്മൾ ഇനി റീസണിങ്ങിന്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. SSCയിൽ വരുന്ന റീസണിങ്ങിന്റെ സിലബസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അനലോഗീസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ്സ്. ഇപ്പൊ തൊട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. സോ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഈ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കാം. ഓക്കെ, ഇതിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്നുള്ളത് ഞാൻ പറയുന്നതായിരിക്കും. ആൻഡ് റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ്സ് ഉണ്ട്, അരിത്തമെറ്റിക്കൽ റീസണിങ്, ഫിഗറൽ ക്ലാസിഫിക്കേഷൻ, സ്പേസ് വിഷ്വലൈസേഷൻ, സ്പേഷ്യൽ ഓറിയന്റേഷൻ, സില്ലോജിസ്റ്റിക് റീസണിങ്, then discrimination, observation, analytics, blood relation, decision making, arithmetic number series, കോഡിംഗ്, ഡീകോഡിംഗ്, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ജഡ്ജ്മെന്റ്. ഈ റീസണിംഗ് സബ്ജക്റ്റിന്റെ പ്രത്യേകത, ഇതിന്റെ സിലബസ് നോക്കുമ്പോൾ ഈ പേരുകളൊക്കെ കാണുമ്പോൾ നമ്മൾ കരുതും എന്തോ ഭയങ്കര വലിയ സാധനമാണ് പഠിക്കാനുള്ളതെന്ന്. പക്ഷേ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, അയ്യേ ഇതിനായിരുന്നോ ഇത്ര വലിയ പേരൊക്കെ ഇട്ടിട്ട്. ഇപ്പൊ സിലോജിസ്റ്റിക് റീസണിങ്, അതുപോലെ തന്നെ ഈ ബ്ലഡ് റിലേഷൻ, ആൻഡ് പിന്നെ നമുക്ക് വരുന്നത് ഫിഗറൽ ക്ലാസിഫിക്കേഷൻ. ഈ ഫിഗറൽ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല, നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു 3-4 ഫിഗേഴ്സ് തരും. ആ 3-4 ഫിഗേഴ്സ്, ആദ്യത്തെ ഫിഗർ തൊട്ട് 4ാമത്തെ ഫിഗർ വരെ അതിലെന്തോ ഒരു പാറ്റേണിലായിരിക്കും ആ ഫിഗർ പോയിക്കൊണ്ടിരിക്കുക. 5ാമത്തെ ഫിഗർ എന്താണ്? ഇതാണ് ഫിഗറൽ ക്ലാസിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് 4 ഓപ്ഷൻ കാണും. നമുക്ക് പെന്നോ പേപ്പറോ പോലും എടുക്കേണ്ട കാര്യമില്ല, നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിലൊരു പാറ്റേൺ ഉണ്ട്. അടുത്തത് ആ പാറ്റേൺ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ആ ഓപ്ഷനിൽ ഏതാണ് ആൻസർ എന്ന് കണ്ടുപിടിച്ചാൽ മതി. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് കാണും. അതും ആൽഫബറ്റ്സും നമ്പേഴ്സും വെച്ചിട്ട് നമ്മുടെ കോമൺ സെൻസ്, ഈവൻ നമുക്ക് റീസണിങ്ങിലൊന്നും പഠിക്കാനില്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്യാനാണ് കൂടുതലുള്ളത്. അതായത് പ്രോബ്ലംസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്രോബ്ലംസ് വരും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താവും, അതിലൊരു പ്രോ ആയിട്ട് വരും. അതാണ് റീസണിങ് എന്ന് പറയുന്ന സബ്ജക്ട്. നമുക്ക് കോമൺ സെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് റീസണിങ്. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആണ്. ഈ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, അതുപോലെ തന്നെ ഫിഗറൽ ക്ലാസിഫിക്കേഷൻ, അനലോഗീസ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്സ് വളരെ സിമ്പിൾ ആണ്. ഈ അനലോഗി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയും ഡോക്ടർ ഈസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ. അങ്ങനെ ആണെങ്കിൽ ടീച്ചർ എന്തിനോട് റിലേറ്റഡ് ആണ്? ഡോക്ടർ ഹോസ്പിറ്റൽ ആണെങ്കിൽ ടീച്ചർ എവിടെ ആയിരിക്കും? സ്കൂളിലായിരിക്കും. അപ്പം അതൊക്കെയാണ് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സാധനത്തിന്റെ പേരാണ് ഈ അനലോഗീസ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് റീസണിങ്ങിന്റെ എല്ലാ ടോപ്പിക്സും വരുന്നത്. ഇതിൽ നിങ്ങൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത് ഞാനൊന്ന് സ്റ്റാർ ഇടാം. അതൊന്ന് അനലോഗീസ് ആണ്. പിന്നീട് വരുന്നത് ഫിഗറൽ ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ നമുക്ക് വരുന്നത് സിലോജിസ്റ്റിക് റീസണിങ് വരാറുണ്ട്. Then we have blood relation വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SSC എക്സാംസ് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബ്ലഡ് റിലേഷൻസ് അവിടെ ഉണ്ട്. ബാങ്ക് എക്സാമിനേഷൻസിലും ബ്ലഡ് റിലേഷൻ ഉണ്ട്. ഇഫ് A is a son of B, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ്. ആൻഡ് C is a sister of B, അങ്ങനെയാണെങ്കിൽ സിക്ക് എയുമായിട്ടുള്ള റിലേഷൻ എന്താണ് എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ബ്ലഡ് റിലേഷൻസ് എന്ന് പറയുന്നത്, അതും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. ദെൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് സെഷൻ അരിത്തമെറ്റിക് നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ദെൻ വി ഹാവ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. ഓക്കെ, സ്പേഷ്യൽ ഓറിയന്റേഷൻ ആൻഡ് സ്പേഷ്യൽ വിഷ്വലൈസേഷൻ. നിങ്ങൾ എന്തൊക്കെ പഠിക്കാതെ പോയാലും, ഞാൻ ഈ സ്റ്റാർ ഇട്ടിരിക്കുന്ന ടോപ്പിക് ഒരു കാരണവശാലും പഠിക്കാതെ പോകരുത്. ബ്ലഡ് റിലേഷൻസ്, അരിത്തമെറ്റിക് നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, സ്പേഷ്യൽ ഓറിയന്റേഷൻ, സ്പേഷ്യൽ വിഷ്വലൈസേഷൻ, ഫിഗറൽ ക്ലാസിഫിക്കേഷൻ, അനലോഗീസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. ഇത്രയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇതിൽ തന്നെ നമുക്ക് നമ്പർ സീരീസ് ഉണ്ട്. എന്താണ് ഈ അരിത്തമെറ്റിക് നമ്പർ സീരീസ്? ഈ പേരുകൾ കേൾക്കുമ്പോൾ വളരെ, ഇപ്പം 2, 4, 6, 8, അടുത്ത നമ്പർ എന്താണ്? നിങ്ങൾക്കറിയാം 10 ആണെന്നുള്ളത്, കാരണം 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞു പോയിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് വരാം 1, 4, 9, 16. അടുത്ത എന്താണ്? ഞാൻ പറഞ്ഞു പോയത് സ്ക്വയേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത 25 ആയിരിക്കും. 5² is 25. ഇതുപോലെയുള്ളതാണ് നമ്പർ സീരീസ്. ഇതിൽ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം സിംപ്ലർ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ കോംപ്ലെക്സ് ആയിട്ടുള്ളതുണ്ടാവും. ഓക്കെ, ഈവൻ ക്യൂബ്സ് ആയിട്ട് വരുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഡിഫറൻസസ്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഓരോന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ സാധിക്കുന്നതാണ്. സോ ഇതാണ് റീസണിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. അടുത്തത് മൂവിങ് ഓൺ ടു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ പ്രത്യേകത, ഈവൻ ഡിഗ്രി CGL എന്ന് പറയുന്നത് നമുക്കറിയാം കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ് അല്ലേ. പക്ഷെ എന്നാൽ പോലും ഡിഗ്രി ലെവലിൽ നിന്നുകൊണ്ട് ഒരു ചോദ്യം പോലും ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ 8th, 9th, 10th, +1 ഇവിടെയൊക്കെ പഠിച്ചിട്ടുള്ള ബേസിക് മാത്തമാറ്റിക്സ് എന്നാണ്
ചോദ്യങ്ങൾ തുടങ്ങുന്നത് തന്നെ. ബേസിക് മാത്തമാറ്റിക്സ്, ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ സിംപിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ബോത്ത്സ് ആൻഡ് സ്ട്രീംസ്, പെർസെൻറ്റേജസ്, ആവറേജസ്, ഏജസ്, ടൈം ആൻഡ് വർക്ക്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, ഇതൊക്കെ നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിച്ചതാണ്? നമ്മൾ ഒരിക്കലും ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് PGസിനൊന്നും പഠിച്ചിട്ടുള്ള സാധനങ്ങളല്ല ഇതൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഞാൻ ഇതിൻ്റെ സിലബസ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കമ്പ്യൂട്ടേഷൻ ഓഫ് ഹോൾ നമ്പേഴ്സ് വരാറുണ്ട്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്. ഈ ഡെസിമൽസ് ഫ്രാക്ഷൻസിൻ്റെയൊക്കെ ഉപയോഗം നമുക്ക് കുഞ്ഞു ക്ലാസ് തൊട്ട് അറിയാം, എങ്ങനെയാണ് ഡെസിമൽ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളത്. അതിൽ തന്നെ എന്താ പറയുക, നമ്മുടെ സെൻസിനെ ഡിപ്പെൻഡ് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ. നമ്മളുടെ പ്രിപ്പറേഷൻ, പണ്ടൊക്കെ നമുക്ക് ഡിഗ്രി എക്സാംസ് ഒക്കെ എഴുതാൻ ഒരുപാട് സമയം ലാവിഷായിട്ട് കിട്ടും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് 100 ചോദ്യങ്ങളാണ് 60 മിനിറ്റ് കൊണ്ട് എഴുതുന്നത്. ആ ഒരു സ്പീഡിൻ്റെ ഒരു എക്സ്ട്രാ ഫാക്ടറാണ് ഇവിടെ കയറി നിൽക്കുന്നത്. ഓക്കെ, സോ 100 ക്വസ്റ്റ്യൻസ് 1 മണിക്കൂറിൽ എഴുതി തീർക്കുക. സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീഡ് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ആവറേജസ് ഞാൻ പറഞ്ഞു, ഇൻട്രസ്റ്റ് പറഞ്ഞു, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ് പറഞ്ഞു, ക്വാഡ്രാറ്ററൽസ്, റെഗുലർ പോളിഗൺസ്, റൈറ്റ് പ്രിസം, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, സ്ക്വയർ റൂട്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ട്രയാങ്കിൾ, ഡിസ്കൗണ്ട്, മിക്സ്ചർ ആൻഡ് ഡെലിഗേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഇതെല്ലാം നമ്മൾ 8, 9, 10 സ്റ്റാൻഡേർഡിൽ CBSE ടെക്സ്റ്റ് ബുക്സ് ഓർ എനി അതർ SCRT, NCRT ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വെച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള സാധനങ്ങളാണ്. അവിടെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറയുകയാണ് പെർസെൻറ്റേജസ്. ഓക്കെ, പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് വേർഡ് പ്രോബ്ലംസ് പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് വേർഡ് പ്രോബ്ലംസ് പഠിക്കാറുണ്ട്. ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊരു ട്രഡീഷണൽ മെത്തേഡിലാണ് പഠിച്ചിരിക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ആ ഒരു ഫോർമുല വെച്ചിട്ടാണ്, ആ ഒരു ഫോർമുലയാണ് ബേസ്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ സിംപ്ലർ ലെവൽ, ഇൻ്റർമീഡിയറ്റ് ലെവൽ, അഡ്വാൻസ് ലെവൽ, എല്ലാ പ്രോബ്ലത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. പിന്നെ പല ക്വസ്റ്റ്യൻസിലും നമ്മൾ എക്സ് ഈക്വൽ ടു, അസ്യൂം ഇറ്റ് ആസ് എക്സ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാറുണ്ട്. ഇതൊക്കെ ട്രഡീഷണൽ മെത്തേഡ്സ് ആണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ വേർഡ് പ്രോബ്ലംസ്, കൂടുതലും വേർഡ് പ്രോബ്ലംസ് ആണ് QAയിൽ വരുന്നത്. ഇതെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരുപാട് ഷോർട്ട് ട്രിക്ക് മെത്തേഡ്സ് ഉണ്ട്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ട്രഡീഷണൽ മെത്തേഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ബേസ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ബേസ് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഷോർട്ട് ട്രിക്സ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവിങ് തുടങ്ങാം. ഇവിടെയാണ് നമുക്കൊരു സെക്കൻഡ് പേഴ്സൻ്റെ ആവശ്യം കോച്ചിങ്ങിൽ ആവശ്യമായിട്ട് വരുന്നത്. ഈ ഷോർട്ട് കട്ട്സും ഷോർട്ട് ട്രിക്സും എത്ര പെട്ടെന്ന് ആൻസറിലേക്ക് എത്തണം എന്നൊരു രീതി. ഈവൻ QAയിലൊക്കെ മാത്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് പോകാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞത് ഓപ്ഷനിൽ നിന്ന് ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. 4 ഓപ്ഷൻ ഉണ്ടാവും. ആ 4 ഓപ്ഷനിലും ക്വസ്റ്റ്യനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഈ ഷോർട്ട് ട്രിക്ക് മെത്തേഡ്സ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. ട്രഡീഷണൽ മെത്തേഡ് ഒരിക്കലും പഠിക്കരുതെന്ന് ഞാൻ പറയില്ല. പഠിക്കണം, അത് ബേസ് ആക്കണം. അതിൽ നിങ്ങൾക്കൊരു സ്ട്രോങ് ഹാൻഡ് ഉണ്ടെങ്കിൽ പിന്നെ ഷോർട്ട് ട്രിക്സ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് വേണം ഷോർട്ട് ട്രിക്ക് മെത്തേഡ്സിലും. അതുപോലെ തന്നെ ട്രഡീഷണൽ മെത്തേഡ്സ് വെച്ചിട്ട് എങ്ങനെ ഷോർട്ട് ട്രിക്ക് ഡെവലപ്പ് ആവുന്നു, ആ ഷോർട്ട് ട്രിക്ക് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് എങ്ങനെ ആൻസറിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത്. ഇതിൽ QAയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, കൂടുതൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് വരുന്നത്. പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, സ്ക്വയേഴ്സ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. സോ ഇതിൽ കുറച്ച് ടോപ്പിക്സ് മിസ്സിംഗ് ആണ്. അത് മറ്റൊന്നുമല്ല, മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് ആഡഡ് അല്ല. ഓക്കെ, നെക്സ്റ്റ് പേജിലുണ്ട്. ഓക്കെ, റൈറ്റ് സർക്കുലർ കോൺ, റൈറ്റ് സർക്കുലർ സിലിണ്ടർ, പിന്നെ സ്പിയർ, ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ്, ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി, പോളിഗൺ. ഇത് കൂടുതലും നമ്മുടെ ഈ കോൺ, സിലിണ്ടർ ഇതുപോലുള്ള ടോപ്പിക്സ് എല്ലാം മെൻസ്ട്രേഷൻ്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, മെൻസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് സ്പിയർ, ഹെമിസ്പിയർ, ഇതിനൊക്കെ ഒരു ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടും ഇക്വേഷൻസ് യൂസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ബാർ ഡയഗ്രാം ആൻഡ് പൈ ചാർട്ട്, ഇത് ഡാറ്റ അനാലിസിസ് ആൻഡ് നമ്മൾ DI എന്ന് പറയും, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷന് കീഴിൽ വരുന്നതാണ് ഈ ബാർ ഡയഗ്രാം ആൻഡ് പൈ ചാർട്ട്. ദെൻ ഹെമിസ്പിയർ, പിരമിഡ് ആൻഡ് ട്രയാങ്കുലർ ഓർ സ്ക്വയർ ബേസ്, ട്രിഗണോമെട്രിക് റേഷ്യോ. ഈ ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് മെയിൻലി ഉദ്ദേശിക്കുന്നത് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ 11th 12th അത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ട്, ഇക്വേഷൻസും ഫോർമുലാസും ഒക്കെ യൂസ് ചെയ്തിട്ട്. സോ ആ സെയിം തന്നെ ട്രിഗണോമെട്രി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ദെൻ ഡിഗ്രി ആൻഡ് റേഡിയൻ മെഷേഴ്സ്, ഓൾജിബ്ര. ഇതിൽ ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഓൾജിബ്രയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ട്രിഗണോമെട്രിക് റേഷ്യോ, ഓൾജിബ്ര, പിന്നെ ഞാൻ ഈ ആദ്യം പറഞ്ഞ ആവറേജസ്, പിന്നീട് പെർസെൻറ്റേജസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്നാലും ഈ സ്റ്റാർ ഇട്ടിരിക്കുന്ന ടോപ്പിക് പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, സ്ക്വയർ റൂട്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ട്രയാങ്കിൾ, ഡിസ്കൗണ്ട്, മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആവറേജസ്, ഇൻട്രസ്റ്റ്, ഇത്രയും സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാനുള്ളത് ഓൾജിബ്ര ആണ്, ട്രിഗണോമെട്രി ആണ്. പിന്നീട് നമുക്ക് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. മെയിൻസിൽ വരുമ്പോൾ കൂടുതലും ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, അല്ലെങ്കിൽ പൈ ചാർട്ട്, ബാർ ഗ്രാഫ്, അതുപോലെ തന്നെ റേഡിയൻറ്റ് ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും, റെഡാർ ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരിക. പിന്നീട് നമുക്ക് ഇതെല്ലാം കൂടെ മെൻസ്ട്രേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണെന്നുള്ള കാര്യം ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ പഠിക്കാതെ പോയാലും ഈ ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്തിരിക്കുന്ന ടോപ്പിക്, എസ്പെഷ്യലി ഈ ക്യൂയുടെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് പഠിക്കാതെ പോകരുത്. ഓക്കെ, സോ ഈ ഹെമിസ്ഫിയർ, അതുപോലെ തന്നെ സിലിണ്ടേഴ്സ്, കോൺസ്, ഇതെല്ലാം മെൻസ്ട്രേഷൻ്റെ കീഴിൽ വരുന്ന ടോപ്പിക്കാണ്. ഇതിൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. സോ മെൻസ്ട്രേഷൻ ആസ് എ ഹോളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. സോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മറക്കണ്ട. ഓൾജിബ്ര ഉണ്ട്, ട്രിഗണോമെട്രി ഉണ്ട്, മെൻസ്ട്രേഷൻ ഉണ്ട്, ദെൻ ആവറേജസ് വരും, പെർസെൻറ്റേജസ് വരും. ഹോൾ ഇസ് നൈസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. പഠിക്കാനും നല്ല രസമുള്ള ടോപ്പിക്സ് ആണ് ഇതെല്ലാം. ദെൻ ഇംഗ്ലീഷിൻ്റെ കേസിൽ ഞാനിതിൽ ഒരു ടോപ്പിക്ക് പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തില്ല. കാരണം ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്സിൽ, അതായത് എല്ലാ സിലബസ് ടോപ്പിക്സിൽ നിന്നും എല്ലാ എക്സാംസിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത. ഇംഗ്ലീഷിൽ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ ടോപ്പിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് ഇതുപോലെ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മുടെ ഈ സിലബസിൽ ഇപ്പോൾ ഒരു റീസണിങ്ങിൽ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് മുൻ വർഷത്തെ അനാലിസിസ് നടത്തിയിട്ട് കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ 2 to 3 മാർക്സ് വെയിറ്റേജ് ചോദ്യങ്ങൾ ഒരു പെർട്ടിക്കുലർ എക്സാം CGL വരാൻ സാധിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് വെച്ചിട്ട്. ഓക്കെ, അത് പോസിബിൾ ആണ്. അങ്ങനെ ഒരു സെഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ സെറ്റൻലി അതുപോലൊരു സെഷൻ സൂൺ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബേസിൽ ഒരു പെർട്ടിക്കുലർ, അതായത് CGL എക്സാം ആണെങ്കിൽ CGL എക്സാമിന് റീസണിങ്ങിൻ്റെ, ഇപ്പോൾ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, അതുപോലെ തന്നെ മാത്സിന് നോക്കുവാണെങ്കിൽ പെർസെൻറ്റേജ്, ഇതിൽ നിന്നെല്ലാം എത്ര മാർക്സ് വെയിറ്റേജിൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന വീഡിയോസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാനൊന്നുമില്ല. കാരണം ഇതിൽ കാണുന്ന എല്ലാ ടോപ്പിക്സിൽ നിന്നും എല്ലാ എക്സാംസിനും ചോദ്യങ്ങൾ ഉണ്ടാവും. കാരണം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ, സിലബസ് ഭയങ്കര ഷോർട്ടാണ്, ഒന്നും തന്നെ ഇതിനകത്ത് പഠിക്കാനില്ല. കൂടിപ്പോയാൽ എത്രയാണ്, ഒരു 12 ടോപ്പിക്സ് ആണ് ഇംഗ്ലീഷിൽ വരുന്നത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാംസിനും റീഡിംഗ് കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ RCs ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ഒരു പാസേജ് തന്നിട്ട് ആ പാസേജ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഓക്കെ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് വെച്ചാൽ ഒരു ഇഡിയംസ് ആൻഡ് ഫ്രേസ് ഉണ്ടാവും. അതിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിൻലി വരിക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൾ ദി ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്ന് പറയുന്ന പോലെ അല്ലേ, അതിന്റെ മീനിങ് എന്താണ് എന്നുള്ള രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക. ആൻഡ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആ വേർഡിന്റെ മീനിങ് ആയിരിക്കും തരിക. എന്നിട്ട് ആ വേർഡിനെ റീപ്ലേസ് ചെയ്യുന്ന സിംഗിൾ വേർഡ് ഏതായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ. എറർ സ്പോട്ടിങ്, ഒരു സെന്റൻസ് വരും, ആ സെന്റൻസിന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഏത് പോർഷനിലാണ്, അത് 4 പാർട്ടാകും ഒരു സെന്റൻസിന്, അതിന്റെ ഏത് പാർട്ടിലാണ് എറർ ഉള്ളത്. അത് ചിലപ്പോൾ ഒരു സ്പെല്ലിംഗ് എറർ ആകാം, അല്ലെങ്കിൽ ഒരു ഗ്രാമാറ്റിക്കൽ എറർ ആകാം. അതെന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് സ്പോട്ട് ചെയ്യുക. ഓക്കെ, ആ സെന്റൻസിനെ നമ്മൾ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പാർട്ട് A, ഒരു പാർട്ട് B, ഒരു പാർട്ട് C, ഒരു പാർട്ട് D, അങ്ങനെ ABCD ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുക. എറർ ഏത് പാർട്ടിലാണെന്നായിരിക്കും ചോദിക്കുക. ഓപ്ഷൻ A പാർട്ടിലാണോ, ഓപ്ഷൻ B C പാർട്ടിലാണോ, ഓപ്ഷൻ C D പാർട്ടിലാണോ, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അതിന് നിങ്ങൾ എന്താണ് ചെയ്യുക, എറർ സ്പോട്ടിംഗ് ആണ് ചെയ്യേണ്ടത്. എറർ സ്പോട്ടിംഗ് കറക്റ്റ് ആയിട്ട്, എറർ സ്പോട്ടിംഗ് ആണ് കൂടുതൽ കാൻഡിഡേറ്റ്സിനും എപ്പോഴും തെറ്റുന്നത്. കാരണം എന്താണ്, ഗ്രാമർ അറിയാതെ പോകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ കറക്റ്റ് യൂസേജ് അറിയാത്തത് കൊണ്ടും ഒക്കെ ആകാം. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിന് പഠിച്ചിട്ട് വേണം ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സെന്റൻസ് കറക്ഷൻ. സെന്റൻസ് കറക്ഷനും എറർ സ്പോട്ടിങ്ങുമായിട്ട് ബന്ധമുണ്ട്. കാരണം ഗ്രാമാറ്റിക്കലി കാര്യങ്ങൾ അറിയാം, ഏതാണ് കറക്റ്റ് ഏതാണ് തെറ്റെന്ന് അറിയെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത്, സെന്റൻസ് കറക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് സ്പെല്ലിംഗ് കറക്ഷൻ. നിങ്ങൾക്ക് നല്ലൊരു വൊക്കാബുലറി സ്റ്റോറേജ് നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പെല്ലിംഗ് കറക്ഷൻ വളരെ എളുപ്പമായിരിക്കും. കാരണം ഓരോ വേർഡ്സും എന്താണെന്നറിയുക,
വേർഡ്സ് വൊക്കാബുലറി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? അതിന് വേറെ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് വേർഡ് പവർ മെയ്ഡ് ഈസി എന്ന് പറയുന്ന ബുക്ക് വെച്ചിട്ട് വേർഡ് പവർ ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ ദ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, റീഡിങ്ങിലൂടെ. മോസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് റീഡിങ് തന്നെയാണ്. വൊക്കാബുലറി എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ ഷോർട്ട് കട്ട്സ് ഇല്ല, റീഡിങ്ങിലൂടെ മാത്രം ഉണ്ടായി വരുന്ന സാധനമാണ് വൊക്കാബുലറി എന്ന് പറയുന്നത്. സോ ഒരുപാട് വായിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും വായിക്കാം. മോസ്റ്റ് പ്രിഫറബിളി ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽസ് വായിക്കാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് വായിക്കാം, അല്ലെങ്കിൽ നോവൽസ് വായിക്കാം, ഫിക്ഷൻസ് വായിക്കാം, നിങ്ങൾക്ക് ഷോർട്ട് ആർട്ടിക്കിൾസ് വായിക്കാം. എന്താണെങ്കിലും ഇംഗ്ലീഷിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് വായിച്ചാൽ മതി. അല്ലെങ്കിൽ ഈവൻ മൂവീസ് ആണെങ്കിലും കാണാം, പക്ഷെ ഒബ്സർവ് ചെയ്യുക. അറിയാത്ത വേർഡ്സ് എവിടുന്ന് കിട്ടിയാലും അത് നോട്ട് ചെയ്ത് വെക്കുക, അതിന്റെ മീനിങ് പഠിക്കുക, നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. ആൻഡ് സിന്റോണിംസ് ആൻഡ് ആന്റോണിംസ് എന്ന് പറയുമ്പോൾ സിമിലർ വേർഡ്സ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഒരു ഇംഗ്ലീഷ് വേർഡ് പറയാണ്, അതിന് സിമിലർ ആയിട്ട് വരുന്ന, മലയാളത്തിൽ പര്യായപദം എന്ന് പറയും. ഓക്കെ, അതിന് സിമിലർ ആയിട്ട് വരുന്ന ഇംഗ്ലീഷ് വേർഡ്സ് നോക്കുക. ആൻഡ് ആന്റോണിംസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്. ദാറ്റ്സ് ഇറ്റ്, ഓപ്പോസിറ്റ് മീനിങ്. ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പാസേജ് തരും, അതിനകത്ത് കുറെ ഫില്ലപ്സ് ഉണ്ടായിരിക്കും, കുറെ ബ്ലാങ്ക്സ് ഉണ്ടായിരിക്കും. ആ ബ്ലാങ്കിൽ കറക്റ്റ് വേർഡ് കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അതാണ് ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതും വൊക്കാബുലറിയുടെ ഒരു സപ്പോർട്ട് ആയിട്ട് വരും. സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. പാസീവ് വോയിസും എക്സാമിന് ചോദിക്കാറുണ്ട്. സെന്റൻസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് തരും, ഒരു പാസേജ് നമ്മൾ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യണം. ആ പാസേജിൽ 4 സെന്റൻസുകളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ 4 സെന്റൻസും ഷഫിൾഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഏത് കറക്റ്റ് ഓർഡറിൽ, ഇപ്പൊ ആ 4 സെന്റൻസ് ABCD എന്നായിരിക്കും ഓർഡർ കൊടുക്കുക, പക്ഷെ ACDB ആയിരിക്കും അതിന്റെ കറക്റ്റ് ഓർഡർ. ആ കറക്റ്റ് ഓർഡറിൽ സെന്റൻസിനെ എന്ത് ചെയ്യുക, സ്ട്രക്ചർ ചെയ്തിട്ട് ഒരു കറക്റ്റ് റീഡബിൾ പാരഗ്രാഫ് ആക്കുക. അതിനെയാണ് സെന്റൻസ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, എന്താ നിങ്ങൾക്ക് അറിയാം, ഒന്നെങ്കിൽ വേർഡ്സ് ഫില്ല് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിപ്പോസിഷൻസ് ഫില്ല് ചെയ്യാനായിരിക്കും ബ്ലാങ്ക്സിൽ വരുന്നുണ്ടാവുക. സോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് എന്തിൽ വരുന്നത്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ വരുന്നത്. ദാറ്റ്സ് ഓൾ. സോ ഇനി അടുത്തത് ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ്സിലാണെങ്കിലും, ജനറൽ അവയർനെസ് നിങ്ങൾ പഠിക്കുന്ന ടൈമിലും കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ജനറൽ അവയർനെസ് പഠിച്ചത് വളരെ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം SSCയുടെ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിലും ഈ ജനറൽ അവയർനെസ് GK സെഷനൊക്കെ കൂടുതലും റെപ്പറ്റീറ്റീവ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, കൂടുതൽ റെപ്പറ്റീറ്റീവ് ആയിട്ടും പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വരും. എന്തൊക്കെ പഠിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഹിസ്റ്ററി ഉണ്ടായിരിക്കും, ജോഗ്രഫി ഉണ്ടായിരിക്കും, പൊളിറ്റി ഉണ്ടായിരിക്കും, ഇക്കണോമിക്സ് ഉണ്ടായിരിക്കും, സ്റ്റാറ്റിക് GK ഉണ്ടായിരിക്കും, ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. എക്സ്ട്രാ കൾച്ചർ ആൻഡ് സയന്റിഫിക് റിസർച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ജോഗ്രഫി പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ഇന്ത്യൻ ജോഗ്രഫി ഉണ്ടാവും, വേൾഡ് ജോഗ്രഫി ഉണ്ടാവും. ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഏൻഷ്യൻ, മിഡീവൽ ആൻഡ് വേൾഡ് ഹിസ്റ്ററി ഒക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കണം. ഓക്കെ, പൊളിറ്റി പഠിക്കുന്ന സമയത്ത് കൂടുതലും പ്രയോറിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് പഠിക്കുക, പ്രിയാമ്പിൾ പഠിക്കുക, ആൻഡ് ആർട്ടിക്കിൾസ് പഠിക്കുക, അമെൻമെന്റ്സ് പഠിക്കുക. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് കറണ്ട് അഫയേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആനുകാലികമായിട്ട് നമ്മുടെ പാസ്റ്റ് 7-8 months നടക്കുന്ന കാര്യങ്ങൾ, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വളരെ അപ്ഡേറ്റഡ് ആയിരിക്കുക നിങ്ങൾ. ചിലപ്പം ഈ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് GKയും ചോദിക്കാറുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു നാഷണൽ പാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് എന്തെങ്കിലും അടുത്തിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റിലാണ്, ഇന്ത്യ ഏത് സ്റ്റേറ്റിലാണ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് തിങ്. ആൻഡ് കൺട്രീസ്, കറൻസീസ് ആൻഡ് ക്യാപിറ്റൽസ് ഒക്കെ എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. സോ അത്രയാണ് എന്തെന്ന് പറയുന്നത് GKയുടെ സിലബസ് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് പഠിക്കാനുണ്ട് എന്ന് പറയുന്ന സബ്ജക്ട് എനിക്ക് തോന്നുന്നു അത് GK തന്നെയാണ്, വേറൊന്നുമല്ല. GKക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഈ സ്റ്റേറ്റ് PSC, കേരള PSC ഒക്കെ പഠിക്കുന്ന പോലെ ഭയങ്കര വാസ്റ്റ് ആയിട്ടൊന്നും ഇല്ല, വളരെ ഷോർട്ടാണ്. GKക്ക് ഒരു സിലബസ് ഉണ്ട്, ഇതാണ് അതിന്റെ സിലബസ്, ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. ആൻഡ് റെപ്പിറ്റേറ്റീവ് ആയിട്ടും SSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒരുപാട് വാസ്റ്റേ അല്ല GK എന്ന് പറയുന്നത്, ഭയങ്കര ലിമിറ്റഡ് ആണ് SSC എക്സാംസിന്റെ GK. ഓക്കെ, ഒട്ടും വൈഡ് അല്ല, ലിമിറ്റഡ് ആണ് SSC എക്സാംസിന്റെ GK എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ ഈ GK പഠിക്കുന്ന സമയത്ത് ഒരു ബുക്കുണ്ട്, അതായത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം, ലൂസൻ GK എന്ന് പറയുന്നത്. നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റ് സ്റ്റോഴ്സിലൊക്കെ നോക്കുകയാണ്, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കുകയാണ്, ലൂസൻ GK എന്ന് പറയുമ്പോഴത്തേക്കും ഒരു യെല്ലോ കളേർഡ് ഒരു ഷോർട്ട് ബുക്ക്, ആ ബുക്ക് മാത്രം പഠിച്ചാൽ മതി. ആ ബുക്കാണ് മോസ്റ്റ് പ്രിഫറബിളി GK ആയിട്ട് പറയുക. ആൻഡ് ദിശ പബ്ലിക്കേഷൻസിന്റെ ഒരു ബുക്കുണ്ട്, ദാറ്റ്സ് എ ബിഗ് ബുക്ക്. GKയുടെ 10,000+ MCQs എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കുണ്ട്, അതും വളരെ നല്ലതാണ്. അത് നമുക്ക് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് ഓൺ GK എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു ദിശ പബ്ലിക്കേഷൻസ് GK 10,000+ questions, ഒരു violet colored book. Okay, so do check that out. These are all about general awareness. And moving on,
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ്. നമ്മുടെ ഇപ്പൊ കലണ്ടർ വന്നിട്ടുണ്ട്. 2025 ഏതൊക്കെ പരീക്ഷകൾ എപ്പോ നടക്കും, നോട്ടിഫിക്കേഷൻ എപ്പോ വരും എന്നൊക്കെ സൂചിപ്പിക്കുന്ന SSCയുടെ കലണ്ടർ വന്നിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ഹോൾ സിലബസ് ആണ് പറഞ്ഞത്. ഈ സിലബസിൽ ഓരോ ടോപ്പിക്കിനെയും, അതായത് നമുക്ക് എങ്ങനെയൊക്കെ സ്ട്രക്ചർ ചെയ്ത്, ഏത് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത്, അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സിന് ഡൗട്ട് ആയിരിക്കും, ഞാനൊരു ഫ്രഷറാണ്, ഒരു ബിഗിനറാണ്, അല്ലെങ്കിൽ മറ്റൊരു കാൻഡിഡേറ്റിന്റെ ഡൗട്ടാണ്, ഞാനിപ്പം ഓൾറെഡി 3-4 വർഷത്തിലായിട്ട് പ്രിപ്പറേഷനിലാണ്, പക്ഷെ എനിക്ക് എക്സാം ഒന്നും കിട്ടുന്നില്ല. അപ്പം ഫ്രഷർ ആണെങ്കിലും ഓൾറെഡി പ്രിപ്പറേഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്കൊക്കെ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആയിരിക്കും യൂസ്ഫുൾ ആകുക. ഫ്രഷറിന് ഒരു സ്ട്രാറ്റജി ആയിരിക്കും, ആ സെയിം സ്ട്രാറ്റജി ഈവൻ ഓൾറെഡി പ്രിപ്പയറിംഗ് ആയിട്ടുള്ള ഒരാൾ യൂസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഓൾറെഡി പ്രിപ്പറേഷനിലാണ്, പല എക്സാം എഴുതിയിട്ടുണ്ട്, ക്ലിയർ ആകാതെ പോയി, അവർക്ക് വേറൊരു സ്ട്രാറ്റജി ആയിരിക്കും വർക്ക് ആകുക. അതുപോലെ തന്നെ ഈ 2 കാറ്റഗറി ഓഫ് കാൻഡിഡേറ്റ്സും പഠിക്കേണ്ട നമ്പർ ഓഫ് അവേഴ്സിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. എത്ര മണിക്കൂർ ഒരാൾ പഠിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ വീക്കർ ഏരിയാസ് ഏതാണ്, സ്ട്രോങ്ങർ ഏരിയാസ് ഏതാണ്, ഇത് രണ്ടും അനലൈസ് ചെയ്തിട്ട് പിന്നെ എങ്ങനെ പ്രിപ്പറേഷൻ മുൻപോട്ട് കൊണ്ടുപോകണം, ഒരു ദിവസം എത്ര മോക്ക് എക്സാമിനേഷൻ എഴുതണം, ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം, ഒരു ദിവസം എല്ലാ സബ്ജക്ട്സും പഠിക്കണോ, അങ്ങനെ നിങ്ങൾക്ക് എൻലെസ് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. 2025 തന്നെ നിങ്ങൾ ഡ്രീം ചെയ്യുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് നേടാനാകും ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ. ഡിസംബർ 19 വൈകിട്ട് ഏകദേശം 8 മണിക്കായിട്ട് നമ്മളുടെ കോണ്ടന്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള റിജിൻ സാറിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാറിന് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ ഫീൽഡിൽ 10 വർഷത്തിലധികമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. സാറ് ഡെയിലി സെൻട്രൽ ഗവൺമെന്റ് ബാങ്ക് പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിന് വേണ്ടി ആസ്പയർ ചെയ്യുന്ന 100 കണക്ക് സ്റ്റുഡൻസിന് ഡെയിലി ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. സാർ അത്രയും അപ്ഡേറ്റഡ് ആണ്. എന്തൊക്കെ പഠിക്കണം, ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും, പ്രീവിയസ് ഇയർ കട്ട് ഓഫ് വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് തന്നെ സാറ് ഈ ഒരു സ്പെഷ്യൽ സെഷനിൽ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നതായിരിക്കും. ലൈക്ക് നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം തന്നെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. എസ്പെഷ്യലി ഇത് റൈറ്റ് ടൈം ആണ്. കാരണം ഇനിയിപ്പോൾ ഡിഗ്രി പാസ് ഔട്ട് ആകാൻ പോകുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ എക്സാം കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് കരുതിയിരുന്നാൽ അത് വലിയ ബ്ലണ്ടർ ആയിരിക്കും. കാരണം നിങ്ങളുടെ ഡിഗ്രി എക്സാം ആണ്. ഓക്കെ, ഡിഗ്രി എക്സാം കഴിഞ്ഞാലും പിന്നെ കറങ്ങിത്തിരിഞ്ഞ് നിങ്ങൾ വരാനായിട്ട് പോകുന്നത് ഈ ഒരു ഫീൽഡിലേക്ക് തന്നെയാണ്. ഗവൺമെന്റ് ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ, നിങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് മെയ് ജൂൺ ആകുമ്പോൾ നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം CGL പോലുള്ള മേജർ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്ന് അതിന്റെ പരീക്ഷയിലേക്ക് കടന്നിട്ടുണ്ടായിരിക്കും. റൈറ്റ്, അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി പോയി പിന്നെ ഇനി അടുത്ത വർഷത്തെ ഓപ്പർച്യൂണിറ്റി നോക്കി ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇപ്പോഴേ തുടങ്ങുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയ സാധനങ്ങൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന അത്ര വലിയ സാധനങ്ങളൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും. ഈവൻ നിങ്ങൾ പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ടും എക്സാമുകൾ വരും എന്നുള്ള കാര്യം ഓർക്കുക. CHSL വരും, MTS വരും, GD വരും, സ്റ്റെനോ വരും. സോ അതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത് കിട്ടുന്ന ഒരു നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ പിന്നെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, തുടങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ബെനിഫിഷ്യൽ ആകുക, അല്ലെങ്കിൽ പിന്നെയും നിങ്ങളുടെ വർഷം പോയിക്കൊണ്ടിരിക്കും. സോ ഡു രജിസ്റ്റർ ഫോർ ദിസ് വെബിനാർ. ഇതിനെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഫ്രീ വെബിനാർ ആണ്, ഫ്രീ രജിസ്ട്രേഷൻ ആണ്, ₹1 പോലും നിങ്ങൾക്ക് അടയ്ക്കേണ്ടതായിട്ടില്ല. ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം ഉണ്ടായിരിക്കും, അത് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. നമ്മുടെ ഈ രജിൻ സാറിന്റെ അടിപൊളി വെബിനാർ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ കൂടെ ആയിരിക്കും. സാറിൻ്റെ അടുത്ത് ചോദിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ സാധിക്കും, ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോറി, ദ വെബിനാർ ഈസ് ഓൺ 21st December ആണ് കേട്ടോ. 19th December അല്ല, 21st December സാറിന്റെ വെബിനാർ കണ്ടക്റ്റഡ് ആകുക. കാരണം നമ്മൾ ഓൾറെഡി 17, 18, 19 നമ്മുടെ വർക്ക്ഷോപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വർക്ക്ഷോപ്പിൽ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 3 day വർക്ക്ഷോപ്പാണ്. അത് നമ്മുടെ മൾട്ടിപ്പിൾ ഫാക്കൽറ്റീസ് ആയിരിക്കും എടുക്കുക. റിജിൻ സാർ, ശില്പ മിസ്, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഫാക്കൽറ്റീസ് എല്ലാം അതിൽ ഇൻവോൾവ് ആണ്. ആൻഡ് ഒരു 3 part സെഷനായിട്ട്, ഒരു ദിവസം 3 ഭാഗങ്ങളായിട്ട് നടക്കുന്ന ഒരു ലോങ് വർക്ക്ഷോപ്പാണ്. 3 day ലോങ് വർക്ക്ഷോപ്പാണ്. A to Z കാര്യങ്ങൾ നടക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. സോ നമ്മുടെ വെബിനാർ നടക്കാൻ പോകുന്നത് 21 ഡിസംബർ 21 വൈകിട്ട് 8 മണിക്കായിരിക്കും. ഈവൻ നിങ്ങൾ വർക്ക്ഷോപ്പിന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതൊരു വളരെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. വർക്ക്ഷോപ്പിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിന്റെ വീഡിയോ നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തേക്കാം. വർക്ക്ഷോപ്പിന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വർക്ക്ഷോപ്പിലേക്കും രജിസ്റ്റർ ചെയ്യാം. വർക്ക്ഷോപ്പിന്റെ രജിസ്ട്രേഷൻ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. എനിവേസ്, വർക്ക്ഷോപ്പും അതോടൊപ്പം തന്നെ ഈ ഒരു വെബിനാറും കൂടെ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് തന്നെ പറയും. ഓക്കെ, സോ നെവർ മിസ്സസ് ഓപ്പർച്യൂണിറ്റി, മൂവ് അഹെഡ്.
സോ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഇതിൻ്റെ സിലബസ് കോമൺ ആണ്. സിലബസ് എന്താണ് ഒരു ഓവറോൾ ഐഡിയ കിട്ടി എന്നുള്ള കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ സിലബസിനെ പറ്റി ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ടില്ല, കാരണം നമ്മുടെ വെബിനാർസ് പോലുള്ള സെഷനിലും നമ്മുടെ ഫാക്കൽറ്റീസും ഒക്കെ നിങ്ങൾക്ക് അത് ഡീപ്പായിട്ട് തന്നെ പറഞ്ഞു തരും. എനിവേസ് ഒരു കോമൺ ഓവറോൾ ക്ലിയർ ഐഡിയ കിട്ടിയെന്ന് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഓൾ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.